ഹായ് ഫ്രണ്ട്സ്, സബ്ബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്. അതുകൂടാതെ ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തെലുങ്കു ഡ്രാമ മൂവിയാണ്. ശ്രീനിവാസ മംഗപുരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത സിനിമ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ വിജയുടെ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായിരുന്നു. C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം, ഹിന്ദി ഭാഷകൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല, പിന്നീട് വരുന്നതായിരിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. വെൽക്കം ടു ദ ജംഗിൾ എന്നാണ് സിനിമയുടെ പേര്. അത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു കോമഡി അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. അടുത്ത ജാക്കി ഷ്രോഫ് പ്രധാന വേഷം കൈകാര്യം ഒരു ഫാൻറ്റസി ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സിനിമ. C5 ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തെലുങ്കു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലിവിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ജേസൺ സ്റ്റാഥം പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മ്യൂട്ടിനി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് തമിഴ് ത്രില്ലർ, ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡാർക്ക് എന്ന് പറയുന്ന സിനിമ. സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സഞ്ജീവ് എന്ന് പറഞ്ഞ സിനിമ. ആഹാ തെലുങ്കിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അച്യുതാവതാരം എന്ന് പറഞ്ഞൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ മലയാളം വേർഷനൊക്കെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദി വേർഷൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് രാജ ദി രാജ എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ് അമീബ എന്ന് പറയുന്ന സിനിമ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഇന്ദ്രൻസ്, അനുമോളൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മലയാളം മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന സിനിമ. ഫാമിലി ഡ്രാമ പാർട്ട് 1 ഈ ഒരു സിനിമ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ചട്ടമ്പീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂറും 11 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതൊരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വീറ്റി നോട്ടി ക്രേസി എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഡയറക്റ്റ് OTT റിലീസാണ് തമിഴിൽ നിന്നും. പ്യാർ പ്രേമ കല്യാണം എന്നാണ് സിനിമയുടെ പേര്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ് പകിട കളി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും OTT റിലീസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്ത ഉന്മാദം എന്ന് പറഞ്ഞ ഒരു ഹൊറർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കുഞ്ചാക്കോ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. സോണി ലിവിലാണ് ഈ സിനിമ. സെപ്റ്റംബർ മാസം 4-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അടുത്തത് പ്ലൂട്ടോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അടുത്തത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ് ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ. പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.